ലോക്സഭ പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിലും അവതരിപ്പിക്കുകയും രാഷ്ട്രപതി ഒപ്പിടുന്നതോടെ നിയമമാവുകയും ചെയ്യും. പുതിയ ബിൽ യാഥാർത്ഥ്യമാകുന്നതോടെ വഖഫ് നിയമത്തിൽ നിരവധി മാറ്റങ്ങൾ വരും. ക്ഷേത്രം, ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ, ആദിവാസി ഭൂമി, പുരാവസ്തു, സർക്കാർ ഭൂമി ഇതൊന്നും വഖഫ് ഭൂമി ആവില്ല. ഇനി മുതൽ കേന്ദ്ര സംസ്ഥാന വഖഫ് ബോർഡുകളിൽ അമുസ്ലിങ്ങളായ 2 പേരും ഉണ്ടാകും. തർക്കങ്ങളിൽ തീരുമാനം ജില്ലാ കളക്ടർ എടുക്കും. നിലവിലെ കോടതിക്ക് പോലും ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത വഖഫ് ബോർഡ് അമിതാധികാരം നിർത്തലാക്കി. വഖഫ് സ്വത്തുക്കളുടെ കൈകാര്യം ചെയ്യൽ, ഭരണം എന്നിവ സങ്കീർണതകൾക്ക് ഒഴിവാക്കി സുതാര്യത ഉറപ്പാക്കലാണ് പുതിയ നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. പുതിയ നിയമത്തിലെ പ്രധാന മാറ്റങ്ങൾ: ആർക്കും വഖഫ് നൽകാമെന്നത് ഒഴിവാക്കി. ഇസ്ലാം മതം 5 വർഷമെങ്കിലും ആചരിക്കുന്നവർക്ക് മാത്രമേ കഴിയൂവെന്ന് ഭേദഗതി. വഖഫ് സ്വത്തായി മാറ്റും മുമ്പ് സ്ത്രീകൾക്ക് അവരുടെ പിന്തുടർച്ച അവകാശ പ്രകാരം സ്വത്ത് നൽകണം. മുസ്ലിം സമുദായത്തിലെ വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ, അനാഥർ എന്നിവർക്ക് സ്വത്ത് ലഭിക്കുന്നത് ഉറപ്പാക്കാൻ പ്രത്യേക വ്യവസ്ഥ. കേന്ദ്ര വഖഫ് കൗൺസിലറും സംസ്ഥാന വഖഫ് ബോർഡിലും 2 വീതം മുസ്ലിമുകൾക്ക് അംഗത്വമാകാം. കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാന വഖഫ് ബോർഡിനും 2 പേർ വീതം അംഗങ്ങൾ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളായിരിക്കണം. ഷിയ, സുന്നി, പിന്നോക്ക വിഭാഗത്തിലെ മുസ്ലിങ്ങൾ, വോഹ്ര, അഗാഖാനി വിഭാഗത്തിലുള്ളവർക്ക് സ്റ്റേറ്റ് ബോർഡുകളിലെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നു. പുതിയ നിയമം പ്രാബല്യത്തിലായി 6 മാസത്തിനകം കെയർടേക്കർമാർ വഖഫ് സ്വത്തുകൾ കേന്ദ്ര പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. വഖഫ് ആണോ സർക്കാർ ഭൂമിയാണോ എന്ന തർക്കമുയർന്നാൽ ജില്ലാ കളക്ടർ മുകളിലുള്ള ഉദ്യോഗസ്ഥർ അക്കാര്യം പരിശോധിച്ച് തീരുമാനമാക്കണം. പ്രതിവർഷം 1 ലക്ഷം രൂപയിലധികം വരുമാനമുള്ള വഖഫ് സ്ഥാപനങ്ങൾ സംസ്ഥാന സർക്കാർ നിയമിച്ച ഓഡിറ്റർമാരുടെ ഓഡിറ്റിംഗ് വിധേയമാക്കണം. ഒരു ഗ്രാമത്തെ മുഴുവനായി വഖഫായി പ്രഖ്യാപിക്കാൻ കഴിയുന്ന വ്യവസ്ഥ ഒഴിവാക്കി.